അമേരിക്കയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പ്രസിഡന്റ് ട്രംപിന്റെ ഒരു പുതിയ പദ്ധതി വരുന്നുണ്ട്. ഈ പദ്ധതി പ്രകാരം ഓരോ കുഞ്ഞിനും $1000 നിക്ഷേപ അക്കൗണ്ട് ലഭിക്കുമെന്നാണ് റിപ്പോർട്ട്. ട്രംപ് അക്കൗണ്ട്സ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ഇത് ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന നിയമത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഈ നിയമം ഇപ്പോൾ കോൺഗ്രസിന്റെ തീരുമാന പരിധിയിലാണുള്ളത്. നിയമം പാസ്സായി കഴിഞ്ഞാൽ ഈ വർഷം ആദ്യം ജനിച്ച കുട്ടികൾക്ക് പോലും അക്കൗണ്ട് കിട്ടും. ഇത് കുടുംബങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ശക്തി ഉപയോഗിച്ച് പുതിയ തലമുറയെ ഉയർത്താൻ ഇത് സഹായിക്കും. അവർക്ക് ജീവിതത്തിൽ ഒരു നല്ല തുടക്കം കിട്ടും എന്നാണ് ട്രംപ് ഈ പദ്ധതിയെക്കുറിച്ച് പ്രതികരിച്ചത്. വലിയ ബിസിനസ് ഉടമകളുമായി നടത്തിയ ചർച്ചയിലാണ് ട്രംപ് ഈ കാര്യം പറഞ്ഞത്. എന്താണ് ട്രംപ് അക്കൗണ്ട്സ് എന്ന് നോക്കാം. കുഞ്ഞുങ്ങൾക്കായി ഉണ്ടാകുന്ന ട്രംപ് അക്കൗണ്ട്സ് ഒരു നിക്ഷേപ അക്കൗണ്ടാണ്. ഇത് കുട്ടികളുടെ രക്ഷിതാക്കളുടെ കയ്യിലായിരിക്കും. ഈ അക്കൗണ്ട് നികുതി ഉണ്ടാവില്ല. സർക്കാർ ഓരോ അക്കൗണ്ടിലേക്കും $1000 നൽകും. പിന്നീട് ഈ അക്കൗണ്ടുകൾ ഓഹരി വിപണിയുമായി ബന്ധിപ്പിക്കും. രക്ഷിതാക്കൾക്ക് ഓരോ വർഷവും $5000 വരെ ഇതിലേക്ക് ചേർക്കാം. ഈ പദ്ധതി കുട്ടികൾക്ക് സാമ്പത്തികമായി ഉയരാൻ ഒരു അവസരം നൽകും. ചെറുപ്പത്തിൽ തന്നെയുള്ള ഈ നിക്ഷേപം അവരെ സമ്പന്നരാക്കുമെന്നാണ് വൈറ്റ് ഹൗസ് അറിയിക്കുന്നത്. ആർക്കൊക്കെ ഈ അക്കൗണ്ട് കിട്ടുമെന്ന് നോക്കാം. 2024 ഡിസംബർ 31-നും 2029 ജനുവരി 1-നും ഇടയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഈ അക്കൗണ്ട് ലഭിക്കും. കുട്ടിയുടെ അച്ഛനോ അമ്മക്കോ അല്ലെങ്കിൽ രക്ഷിതാവിനോ അമേരിക്കയിൽ ജോലി ചെയ്യാൻ അനുമതിയുള്ള ഒരു സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഉണ്ടായിരിക്കണം എന്ന് മാത്രം. ഈ അക്കൗണ്ടിൽ നിന്ന് എങ്ങനെ പണം എടുക്കാമെന്ന് നോക്കാം. 18 വയസ്സാകുമ്പോൾ അക്കൗണ്ടിലുള്ള പകുതി പണം എടുക്കാം. 25 വയസ്സാകുമ്പോൾ വിദ്യാഭ്യാസം, ചെറിയ ബിസിനസ് തുടങ്ങിയ കാര്യങ്ങൾക്കായി മുഴുവൻ പണവും എടുക്കാം. 30 വയസ്സ് കഴിഞ്ഞാൽ ഈ പണം എന്തിനും ഉപയോഗിക്കാം. മിൽഗൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു സ്ഥാപനം നടത്തിയ പഠനത്തിൽ സർക്കാർ നൽകുന്ന $1000 20 വർഷം കഴിയുമ്പോൾ $8000 ആകും. 40 വർഷം കഴിയുമ്പോൾ $69,000 ആകും. 60 വർഷം കഴിയുമ്പോൾ $5,74,000 ആയി വളരുമെന്നാണ് പറയുന്നത്. ഈ പദ്ധതിക്ക് സർക്കാരിന് എത്ര പണം ചെലവാക്കാം എന്ന് നോക്കാം. ഈ പദ്ധതിക്ക് എത്ര പണം ചെലവാക്കുമെന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഏകദേശം 3.6 മില്യൺ കുട്ടികൾ ഓരോ വർഷവും ജനിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ. അതുകൊണ്ട് ഏകദേശം $3 ബില്യൺ കൂടുതൽ ചിലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകത അപേക്ഷിക്കേണ്ടതില്ല എന്നതാണ്. ട്രഷറി ഡിപ്പാർട്ട്മെന്റ് തന്നെ അക്കൗണ്ട് തുറന്ന് പണം നിക്ഷേപിക്കും. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പോലും ഈ അവസരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ പദ്ധതിയുടെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പദ്ധതി പണമുള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അകലം കൂട്ടാൻ സാധ്യതയുണ്ടെന്ന് ചില സാമ്പത്തിക വിദഗ്ധർ പറയുന്നുണ്ട്. ഇതുപോലുള്ള പദ്ധതികൾ കാലിഫോർണിയ, കണക്ടിക്കട്ട്, വാഷിംഗ്ടൺ DC എന്നിവിടങ്ങളിലുണ്ട്. അവിടെ പാവപ്പെട്ട കുട്ടികൾക്ക് മാത്രമാണ് സഹായം നൽകുന്നത്. എന്നാൽ ട്രംപിൻ്റെ ഈ പദ്ധതിയിൽ എല്ലാവർക്കും ഒരുപോലെയാണ് ആനുകൂല്യം ലഭിക്കുന്നത്. അതുകൊണ്ട് പണമുള്ളവർ കൂടുതൽ പണം നിക്ഷേപിക്കും. പാവപ്പെട്ടവർക്ക് കൂടുതൽ നിക്ഷേപം നടത്താൻ കഴിയില്ല. ഇത് സാമ്പത്തിക അസമത്വം കൂട്ടും. 529 കോളേജ് സേവിങ്സ് അക്കൗണ്ട് പോലുള്ള മറ്റ് നിക്ഷേപങ്ങളെ അപേക്ഷിച്ച് ഈ പദ്ധതിയുടെ ഗുണങ്ങൾ കുറവാണെന്ന് ചില സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടാതെ മെഡിക്കെയ്ഡ്, സപ്ലിമെൻ്റൽ ന്യൂട്രീഷൻ അസിസ്റ്റന്റ് പ്രോഗ്രാം തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് സർക്കാർ പണം കുറക്കുമ്പോഴാണ് ഈ പദ്ധതി വരുന്നത് എന്നും വിമർശനമുണ്ട്. ട്രംപ് അക്കൗണ്ട്സ് ഒരു സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗം മാത്രമാണ്. ഓഹരി വിപണിയിൽ പണം നിക്ഷേപിക്കുന്നതിനാൽ നഷ്ടം വരാനും സാധ്യതയുണ്ട്. ഈ പദ്ധതിക്ക് പല വലിയ കമ്പനികളും പിന്തുണ നൽകുന്നുണ്ട്. ഡെൽ ടെക്നോളജീസ്, ഗോൾഡ്മാൻ സാക്സ്, യൂബർ, സെയിൽഫോഴ്സ്, റോബിൻഹുഡ് തുടങ്ങിയ കമ്പനികൾ അവരുടെ ജീവനക്കാരുടെ കുട്ടികൾക്ക് ട്രംപ് അക്കൗണ്ട്സിലേക്ക് പണം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഡെൽ CEO മൈക്കൽ ഡെൽ പറഞ്ഞത് ഓരോ ഡെൽ ജീവനക്കാരൻ്റെയും കുട്ടിക്ക് സർക്കാരിൻ്റെ $1000 പുറമെ കമ്പനിയും $1000 നൽകും എന്നാണ്. ട്രംപ് അക്കൗണ്ട്സ് വൺ ബ്യൂട്ടിഫുൾ ബില്ലിൻ്റെ ഭാഗമായി ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിൽ പാസ്സായെങ്കിലും സെനറ്റിൽ ഇത് പാസ്സാകാൻ സാധ്യത കുറവാണെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകളുണ്ട്. ചില റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ ഇതിനെ എതിർക്കുന്നുണ്ട്. കോൺഗ്രഷണൽ ബഡ്ജറ്റ് ഓഫീസ് പറയുന്നത് ഈ ബില്ല് അടുത്ത 10 വർഷത്തിനുള്ളിൽ $2.4 ട്രില്യൺ കടമുണ്ടാക്കുമെന്നാണ്. ലളിതമായി പറഞ്ഞാൽ ട്രംപിൻ്റെ ഈ പുതിയ പദ്ധതി അമേരിക്കയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരു നിക്ഷേപം നൽകുന്നതിലൂടെ സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു ഭാവി നൽകൽ ലക്ഷ്യമിട്ടാണ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. എന്നാൽ ഇതിൻ്റെ ചിലവുകളും ഗുണങ്ങളും ദോഷങ്ങളും ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്.